അല്പസമയത്ത് ദൈവജന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപായി തീർന്നു. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയിൽ സത്യം യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ ആഗമന കാലഘട്ടത്തെ സ്മരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ തിരുജന്മ പെരുന്നാൾ ആഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുങ്ങുന്ന വേളയിൽ ദൈവമായ കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്ന കർത്താവ്, ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ആരാധന നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. അലസമായിട്ടിരിപ്പാനല്ല കർത്താവെ, സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിപ്പാനും വിശുദ്ധിയോടും വെടിപ്പോടും ഈ നാളുകളിൽ ദൈവൻഭാഗം ജീവിപ്പാനും നല്ല സാക്ഷ്യമുള്ള ക്രിസ്ത്യാനികളായിട്ട് പ്രവർത്തിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇതുതന്നെയാണ് ക്രിസ്തു സംഭവം എന്ന് പറയുന്നത്. ഡിസംബർ 25 വരെയുള്ള ദിവസങ്ങൾ നമുക്കറിയാം 25 നോമ്പിൻ്റെ കാലഘട്ടങ്ങളാണ്. നാളെയാണ് അത് പൂർത്തീകരിക്കുന്ന ദിവസം. നാളെ നമ്മൾ തിരുജന്മ പെരുന്നാളിനായിട്ട് ലോകമെമ്പാടും എല്ലാവരും, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം ഒരുങ്ങുന്ന ഒരു ദിവസം കൂടെയാണല്ലോ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഒരുങ്ങുക. ഈ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസുമായിട്ട് ബന്ധത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. പ്രകാശത്തിൻ്റെ പെരുന്നാളാണല്ലോ ക്രിസ്മസ്. ഉദയസൂര്യനായ കർത്താവിൻ്റെ തിരുജനനത്തെ ആണല്ലോ ലോകമെമ്പാടും ആഘോഷിക്കുവാൻ ഒരുങ്ങുകയും ആഘോഷിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് അല്പം വ്യത്യസ്തമായ രീതിയിൽ ദൈവവചനത്തിൽ നിന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നാളുകളിലെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ടോ എന്ന് ഒരു സംശയമാണ് ഈ നാളുകളിൽ എന്നെ ഭരിക്കുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത്. കാരണം വല്ലാത്ത ഒരു ആഘോഷങ്ങളുടെ പോകുമ്പോൾ ആഘോഷങ്ങളുടെ ആലസ്യത്തിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രയാസം നിറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസൊക്കെ വളരെ ഭംഗിയായിട്ട് സന്തോഷകരമായിട്ട് താളമേളങ്ങളോട് നമ്മൾ ആഘോഷിച്ചു. സന്തോഷം അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും മുതിർന്ന ആളുകളുടെയൊക്കെ വ്യത്യസ്തമായ കഴിവുകളൊക്കെ നമുക്ക് കാണാനുള്ള അവസരം ദൈവം നമുക്ക് തന്നു. എന്നാൽ ആഘോഷങ്ങളുടെ ഒരു ആലസ്യത്തിലേക്ക് പോയതിനു ശേഷം പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങി വരുവാൻ നമ്മളിൽ എത്ര പേര് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് എന്താണ് നമുക്ക് കർത്താവിനോടുള്ള നമ്മുടെ ഒരു സമീപനവും മനസ്സിലാക്കൽ. ക്രൈസ്തവ സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ആരാധനകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കുർബാന തന്നെയാണ്. അതിനപ്പുറത്തൊരാഘോഷവും നമുക്കില്ല. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ് സഭയുടെ ശുശ്രൂഷകളിലും ആരാധനകളിലും കൂദാശകളുടെ രാജ്ഞി എന്നാണ് പരിശുദ്ധ കുർബാനയെ പൗരസ്ത്യ സഭ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവവും അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ മഹത്വവും ഈ നാളുകളിൽ മനസ്സിലാക്കുന്നതിൽ നമുക്കൊത്തിരി വീഴ്ചകൾ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. ക്രിസ്മസിന് നമുക്കറിയാം സംഗീതങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ സംഗീതം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചുള്ള നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പോൾ എവിടെ ചെന്നാലും, യൂട്യൂബ് എടുത്താലും ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്താലും കാതടപ്പിക്കുന്ന സംഗീതങ്ങളുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ വിചാരിക്കുന്ന ദൈവം തന്നെ ചെവി പൊത്തി ഇരിക്കുകയാണ് ഈ നാളുകൾ എന്നുള്ളതാണ്. വല്ലാതെ തിമിർത്ത് പാടുകയും ചാടുകയും ആഘോഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഗീതം നഷ്ടപ്പെട്ടവരോടുകൂടെ യാത്ര ചെയ്യുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കുമ്പോൾ ക്രിസ്മസ് അർത്ഥവത്തായിട്ട് ആഘോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുള്ളൂ. മണിപ്പൂരിൽ നമുക്കറിയാം സംഘർഷഭരിതമാണ്. മണിപ്പൂരിൻ്റെ സംഗീതം ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമാണ്. എന്നാൽ ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ ഒരുപാട് മുറിപ്പാടുകളാൽ, ഒരുപാട് പ്രതിസന്ധികളാൽ മണിപ്പൂരിൻ്റെ സംഗീതം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ വൈകുന്നേരവും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഇസ്രയേൽ, പലസ്തീൻ, ഗാസ, അവിടുത്തെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ
അവരുടെ സംഗീതം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്മസ് നടന്ന പ്രദേശങ്ങളാണ് ഈ പാലസ്തീൻ്റെ പ്രദേശങ്ങൾ. യോസെഫും മറിയവും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നത് പോലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇൻക്യുബേറ്ററിൽ വെച്ച 31 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവരോടിയതുപോലെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത മാതാപിതാക്കളുടെ ജീവിതമാണ് അവസാനമെന്ന് അവിടുത്തെ വാർത്തകളിലൊന്ന് എന്ന് പറയും. റഷ്യ, ഉക്രൈൻ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവിടെയും ക്രിസ്മസിൻ്റെ സംഗീതവും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ട് പാട്ടുകൾ ഒരുപാട് പാടിയോണ്ട് കാര്യമില്ല, പാടുന്നത് മോശമാണെന്നുമല്ല ഞാൻ പറയുന്നത്. സംഗീതം നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ജീവിതം കൊണ്ടൊന്ന് സംഗീതമായി തീരുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുകയുള്ളൂ. മണിപ്പൂരിനെ കുറിച്ച് എല്ലാവരും വലിയ റാലികൾ നടത്തി, വലിയ പ്രകടനങ്ങൾ നടത്തി, പ്രഘോഷങ്ങൾ നടത്തി. എന്നാൽ പൊങ്ങച്ചമായിട്ട് പറയല്ല, മാർത്തോമാ സഭ ഒരു എളിയ ശുശ്രൂഷ ചെയ്തു. മണിപ്പൂരിൽ നിന്ന് വന്ന പെൺകുട്ടികളെ സഭ പറഞ്ഞു അവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കാം എന്ന്. അവരുടെ ജീവിതം വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. മാർത്തോമാ സഭയിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ തിരുവല്ലയിലുള്ള നിക്കോൾസൺസ് ഗേൾസ് ഹൈസ്കൂൾ. ഈ പെൺകുട്ടികളെ ഇപ്പോൾ സഭയാണ് അവരുടെ എല്ലാ ചെലവും ഏറ്റെടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ വാചക കസരത്തുകളും പ്രഘോഷണങ്ങളും ഒന്നും നടത്തിയതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ കഥയൊന്നുമില്ല. സമൂഹം നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സംഗീതവും താളവും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്മസിൻ്റെ ഗാനം ഒത്തൊരുമിച്ച് നമുക്ക് പാടുവാൻ സാധ്യമായിട്ട് തീരുകയുള്ളൂ എന്നുള്ളതാണ് വചനം ഈ നാളുകൾ പറയുന്നത്. നമ്മൾ വരുമ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഗായക സംഘമൊക്കെ നല്ലതായിട്ട് പാടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള, നമ്മുടെ സമീപത്ത് താമസിക്കുന്ന ഈ തകർന്നിരിക്കുന്ന ആളുകളോടൊപ്പം, ബലഹീനരായിരിക്കുന്ന ആളുകളോടൊപ്പം, അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് അത് അർത്ഥവത്തായിട്ട് തീരുന്നത്. അതങ്ങനെ ആഘോഷിക്കാൻ പറ്റും. ഇപ്പോൾ പല പള്ളികളിലുമൊക്കെ പലരും അത് കാണിച്ചു തന്ന മാതൃക ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സേവ്യ സംഘക്കാർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളോട് ചേർന്ന് ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോ? ശുചീകരണ തൊഴിലാളികളോട് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോ? വീടുകളിലൊക്കെ സെർവൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൂട്ടി അവർക്കൊരു ക്രിസ്മസിൻ്റെ കേക്ക് കൊടുക്കുമ്പോഴാണ് ഇത് സന്തോഷകരമായി തീരുന്ന അനുഭവം എന്ന് പറയും. യുവനസയ്ക്ക് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുമെന്ന് തലമുറ വല്ലാതെ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. വല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ട് കുഞ്ഞുങ്ങൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഒന്ന് ചേർത്ത് നിർത്തി ഒരു ക്രിസ്മസിൻ്റെ കൂടിയരവ് ക്രമീകരിച്ച് അവരോടൊപ്പം ഒരു മധുരത്തിൻ്റെ സന്തോഷം പങ്കിടുമ്പോൾ ആ ക്രിസ്മസ് ആഘോഷത്തിന് കുറച്ചുകൂടെ ചാരുത ഏറും എന്നുള്ളതാണ് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത്. സൺഡേ സ്കൂളിന് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കും? ബാല്യത്തിൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അനേക തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പലപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ ഹോട്ടലിൽ മേശ തുടയ്ക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ശിവകാശി പോലെയുള്ള പടക്ക കമ്പനികൾ ജോലി ചെയ്യുന്ന ഒരു നിവൃത്തിയില്ലായിട്ട് വരുന്ന അങ്ങനെയുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്കൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഇത് ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായി തീരുന്ന അനുഭവത്തിലേക്ക് മാറുന്നത്. ഇടോ മിഷൻ എന്നോ ചെയ്യാൻ പറ്റും അല്ലേ? അതിഥി തൊഴിലാളികളോടൊപ്പം ഈ നാളിൽ ക്രിസ്മസ് ആഘോഷിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റി. നമ്മുടെ നിരണമാരാമൻ ഭദ്രാസനത്തിലെ കുട്ടനാട്ടിലുള്ള ഒരു ഇടവകയിൽ കപ്പിയാരായിട്ട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ജാർഖണ്ഡിൽ നിന്ന് വന്ന ഒരാളാണ് അല്ലേ? അയാൾ വെറും ജാർഖണ്ഡുകാരനല്ല, അയാൾ ക്രിസ്ത്യാനിയാണ്. നമ്മളിപ്പം അതിലേക്കൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ അങ്ങനെ പോയാലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പിള്ളേർ വന്നില്ല. ഇനി നമുക്കിനിയും ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ ആളെ കൊണ്ടിരുത്തേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ വരിക. ഇതെല്ലാം നമ്മുടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ്, നമ്മൾ മറന്നു പോകരുത്. ഇതെല്ലാവർക്കും ഉണ്ട്, ഞാൻ ആരെയും പോയിന്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അച്ഛൻ മാത്രം നിന്ന് ചെയ്ത് ചെയ്യുന്നൊരു ശുശ്രൂഷയല്ല. എല്ലാവരും ടീമായിട്ട് ചെയ്താൽ മാത്രമേ, അതിൻ്റെ ടൈമിങ്ങിൽ ചെയ്താൽ മാത്രമേ അത് നല്ല ഭംഗിയായി തീരുകയുള്ളൂ, മനോഹരമായിട്ട് തീരുകയുള്ളൂ. ആരെങ്കിലും ഒരാൾ വീഴ്ച വരുത്തിയാൽ അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്ന സങ്കടകരമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് ഒരു റിച്വൽ ചടങ്ങായിട്ട് പോകുന്നതല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ മേഖലകളിലൊക്കെ പലരും അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ ഉട്ടോപ്യൻ ഐഡിയ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്.
ഈ നാളുകളിൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. പ്രകൃതിക്ക് ശ്വാസം മുട്ടാതെ ഈ ക്രിസ്മസ് ആഘോഷിക്കണം. ഈ നാളുകളിലൊക്കെ നമ്മൾ കണ്ടു, നമ്മളെടുത്ത് കളഞ്ഞ പേനായും കൊണ്ട് പുൽക്കൂടുണ്ടാക്കി, നമ്മൾ എറിഞ്ഞു കളഞ്ഞ കുപ്പി കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി, ഹരിത ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം സാധിച്ചു അല്ലേ. നമുക്കൊരു ചായ ഗ്ലാസ് കുടിച്ചാൽ വലിയ മിടുക്കരാണ്ട് ഇവിടെ ഈ വരാന്തയിരിക്കും. MSc B.Ed ഒക്കെ ആയിരിക്കാം ക്വാളിഫിക്കേഷനൊക്കെ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും പറയും, ഈ പരിസരങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ദേവാലയത്തിൽ വന്നപ്പം ചിപ്സിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ആ സൈഡിലിട്ട് വെച്ചിട്ടുണ്ട് ചിപ്സ്. എപ്പോഴും പറയുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പള്ളിയിലോട്ട് കയറുമ്പോഴേ ഉള്ള വിശപ്പ് ആർത്തി, പിള്ളേരാണോ ഇനി വലിയവരാണോ തിന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ദേവാലയം ശുദ്ധിയായി സൂക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കും ഉള്ളതാണ്. ഉറുമ്പ് കയറി കടിക്കേണ്ട അസ്ഥാനത്തൊക്കെ കയറി കടിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അഭിലഷണീയമായ ഒരു കാര്യമായിട്ടല്ല, ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. ഒരു മിഠായി തിന്നാൽ കടലാസ് കുഞ്ഞ് എവിടെ ഇടണം എന്നുള്ളത് പഠിപ്പിക്കണം. ദേവാലയത്തിലല്ല ഇടുന്നത്. ഇവിടെ കാണാം, എഴുന്നേറ്റ് പോകുമ്പോൾ ഗായക സംഘം അടക്കം എഴുന്നേറ്റ് പോകുമ്പോൾ അതിൻ്റെ അടി കിടപ്പുണ്ട് പേപ്പർ സഹിതം. ഒറ്റ പേപ്പർ വീണ പറക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണ്? പുൽക്കൂടും ക്രിസ്മസ് സംഭവമൊക്കെ എല്ലാ വർഷവും വന്ന് നല്ല വിളിച്ചു കൂവിയിട്ട് പോകുന്നതേ ഉള്ളൂ അല്ലേ. താഴെ വീരുന്ന ഒരു കടലാസ കഷ്ണം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ആത്മീയതയിൽ ഒരുപാട് പുറകിലാണ്, അതിന് യാതൊരു സംശയം. ഈ പരിസരം നമ്മുടേതാണ്. ദേവാലയവും പരിസരവും വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ സൂക്ഷിക്കണം. ഒരു ശവടക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ, ഒരു വിവാഹ കൂദാശ കഴിയുമ്പോൾ ഈ പരിസരത്തോട് വന്ന് നിന്നാൽ മതി. നമ്മുടെ കൾച്ചർ കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും പെരുമാറാൻ നമ്മൾ പാടില്ല. അതിടേണ്ട സ്ഥാനങ്ങളുണ്ട്, നമുക്ക് ഡസ്റ്റ് ബിന്നുകളുണ്ട്, അവിടെ അത് കത്തിച്ച് കളയാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലേ. താഴെ കിടക്കുന്ന ഒരു കടലാസ് പറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു കുപ്പി എടുത്ത് അവിടെ കൊണ്ടിടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൾച്ചറും ഇല്ല പ്രിയമുള്ളവരെ നമുക്ക്. അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ കൾച്ചർ കുറച്ചുകൂടെ ദൈവികമായ, ജീവനെ പരിപോഷിപ്പിക്കുന്ന, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പരിപാലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്ന കർത്താവ് എന്താണ് ഈ ലോകത്തെ ക്രിസ്മസ് സംഭവത്തിലൂടെ പഠിപ്പിച്ചത് എന്നുള്ളത് യോഹന്നാൻ പറയുവാൻ ശ്രമിക്കുന്നത്. പഴയൊരു തലമുറ ഒത്തിരി ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച ഒരു തലമുറയാണ്. ക്രിസ്മസ് ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളായ പ്രിയപ്പെട്ടവരുടെ സഹനങ്ങളും ത്യാഗങ്ങൾ കൊണ്ടാണ് രക്ഷകന്റെ പിറവിക്ക് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ പറയും, ഈ ചട്ടിച്ചോറ് കഴിച്ച പഴയ തലമുറയുടെ ത്യാഗമാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് ചട്ടിച്ചോറ് ഒരു ആഡംബരമായിട്ട് മാറിയിരിക്കും അല്ലേ. പണ്ട് ഈ സാധനത്തിരുന്ന രാവിലെ വൈകിട്ടൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പൊ പോയി ക്യൂ നിൽക്കുകയാണ് ചട്ടിച്ചോറ് അല്ലേ. അതൊക്കെ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന അവസ്ഥകളൊക്കെ ഇന്ന് വിറ്റ് കാശാക്കി ഒരു ലക്ഷറി ആയിട്ട് ആഡംബരമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് പറയുന്നത് ത്യാഗങ്ങളും സഹനങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്മസ് എന്താ പറയുന്നത്? ഞാനൊന്ന് ചെറുതാകാമെന്ന് ദൈവം വിചാരിച്ച ദിവസമാണ്. വചനം ജഡമായി തീർന്ന ദൈവ സാന്നിധ്യം. വചനം ജഡമായി തീർന്ന ദൈവ സാന്നിധ്യം. ഞാനൊന്ന് ചെറുതാകാമെന്ന ദൈവം. സകല പ്രോട്ടോക്കോളുകൾ ലംഘിക്കപ്പെട്ട ദിവസമാണ്. സ്വർഗത്തിന്റെ സകല പ്രോട്ടോക്കോളുകൾ ലംഘിക്കപ്പെട്ട ദിനമാണ് ക്രിസ്മസ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഭരണകൂടങ്ങളുടെ പല പരിപാടികൾ നടക്കുമ്പോൾ പ്രോട്ടോക്കോളുകൾ ലംഘിക്കപ്പെട്ടാൽ സാധാരണ പൗരന് അടി തന്നെ കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ചിലപ്പോൾ ഹെൽമറ്റിന് തന്നെ അടി കിട്ടിയെന്നിരിക്കും അല്ലേ. ജനാധിപത്യം എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാനും അദൃശ്യരായി പോയവരെ ദൃശ്യരാക്കുവാനുള്ളതാണ് ജനാധിപത്യം. മറ്റുള്ളവന്റെ നെറുകയിൽ അടിക്കാനുള്ളതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വലിയ ശക്തിമാനെയും ജനമെടുത്ത് വെളിയിൽ കളയുന്ന കാലഘട്ടമുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് സകല പ്രോട്ടോക്കോളുകളുടെ ലംഘനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഹെരോദാവിനെ പോലെയുള്ള രാജപ്രഭുക്കന്മാരുടെ സിംഹാസനങ്ങൾക്ക് വിറയിലുണ്ടായ ഒരു ദിവസം കൂടെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം ചെറിയവരോടൊപ്പം നടന്നവനാണ് ക്രിസ്തു, നിസ്സാരന്മാരോടൊപ്പം നടന്നവനാണ് ക്രിസ്തു, ദരിദ്രരോടും പാപികളോടൊപ്പം നടന്നവനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. നിരാലംബരോടൊപ്പം നിസ്സഹായരോടൊപ്പം പക്ഷം ചേർന്നവനാണ് ക്രിസ്തു. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ജനം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു. ഇൻസെക്യൂറായ അനുഭവം, അവരുടെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇമ്മാനുവേലായ
ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പും വാഗ്ദത്വമാണ് ഇവിടെ പറയുന്നത്. എല്ലാ പിറവിയും തിരുപ്പിറവിയായി തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച മക്കളെ നമ്മൾ ദൈവകൃപയിൽ വളർത്തണം. എല്ലാ പിറവിയും തിരുപ്പിറവിയാണ്. എന്നാൽ കർത്താവ് വളർന്നതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും അനുഗ്രഹത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. ക്രിസ്മസിൻ്റെ ട്രീ വളരെ മനോഹരമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്നാ പറയുന്നത്? അല്പം ഭാവനയുണ്ടെങ്കിൽ ഏത് പാഴ്മരത്തെയും ക്രിസ്മസ് ട്രീ ആക്കി മാറ്റാം. അല്പം ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഏത് പാഴ്മരത്തെയും നമുക്ക് ക്രിസ്മസ് ട്രീ ആക്കി മാറ്റാം. നമ്മുടെ ജീവിതം അത് തന്നെയാണ്. ചിലർ പറയാറില്ലേ, അവനൊരു, നമുക്കറിയാം ബാക്കി എന്താണെന്നുള്ളേ. ഏത് പാഴ്മരത്തെയും സുന്ദരമാക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനം ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ശക്തമായി നമ്മളോട് പറയുന്ന ഒന്നാണ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. പണ്ടിതൊരു കൂട്ടായ്മയായിരുന്നു. യുവനസഖ്യാംഗങ്ങളായിട്ടൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ക്രിസ്മസ് ട്രീ വെട്ടാൻ പോകുന്നത് തന്നെ വലിയൊരു കൂട്ടായ്മയാണ്. ഇപ്പൊ എല്ലാം ആർട്ടിഫിഷ്യാലിറ്റിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനും വെച്ചാൽ വേണേൽ 10 വർഷം വേണേൽ ഉപയോഗിക്കാം. കൂട്ടായ്മകളെല്ലാം ഈ നാളുകളിൽ നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പം നമുക്ക് പല കാര്യത്തിനില്ല. കരോൾ റൗണ്ട്സറാണോ നാള് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വരാൻ സാധിക്കും? ഗായക സംഘത്തിൽ പാടണമെന്ന് പറഞ്ഞാൽ ഇനി കാശ് കൊടുത്ത് വേണേൽ നമ്മൾ പാടേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. നമ്മുടെ ഇപ്പം പരിപാടിക്കൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യത്തിനും സമയമുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊന്നിനും സമയമില്ലാതെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന മക്കളായിട്ട് തീരുന്നത്. സൂക്ഷിച്ച് കളിക്കണം. ഇത് ഡേഞ്ചർ പ്ലേ ആണ്. കളിക്കുന്ന ദൈവത്തോടാണ് എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ ഈ കളിക്ക് നമ്മൾ നിൽക്കത്തില്ല. ഈ കളി വളരെ അപകടം പിടിച്ചൊരു കളിയാണെന്ന് അല്പം ബോധമെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കളിക്ക് നിൽക്കത്തില്ല. അതാണ് പ്രശ്നം അല്ലേ. പക്ക ആത്മീയരാണ് നമ്മുടെ ബോധം. ഒരല്പം പോലും വെട്ടമകത്ത് കയറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് പാഴ്മരത്തെയും വളരെ സുന്ദരമാക്കുവാൻ സാധിക്കുന്ന പാഴും ശൂന്യമായ ഭൂമിയെ ജീവന്റെ ചൈതന്യത്തിലേക്ക് നടത്തിയ തമ്പുരാന്റെ പ്രവർത്തനം തന്നെയാണ് ക്രിസ്മസിൽ വചനം ജഡമാകുന്ന അനുഭവത്തിലൂടെ കാണുന്നത്. ബേത്ലഹേം അപ്പത്തിന്റെ വീടാണ്. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ വീടാണ്. ബേത്ലഹേം ഒരു ജീവിത ശൈലിയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സ്നേഹമെന്ന ബിഷപ്പിന്, മനുഷ്യന്റെ ഭക്ഷണമെന്ന വിശപ്പിന്, മനുഷ്യന്റെ കൂട്ടായ്മ എന്ന വിശപ്പിന് ബേത്ലഹേമിൽ പിറന്നവൻ പരിഹാരമാണ്. ബേത്ലഹേം അപ്പത്തിന്റെ വീടാണ്. അപ്പം വിശപ്പുകൾക്ക് ശമനം നൽകുന്ന ഭക്ഷണ സാധനമാണല്ലോ. മാനുഷ്യമായിരിക്കുന്ന വിശപ്പുകൾക്ക്, സ്നേഹമെന്ന വിശപ്പിനും കൂട്ടായ്മ എന്ന വിശപ്പിനും ഒക്കെ പരിഹാരമായി ഇമ്മാനുവേലായ ദൈവം ഈ നാളുകളിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ജീവന്റെ അപ്പമായി ലോകത്തിൽ തീർന്ന കർത്താവ് ബേത്ലഹേം എന്ന് പറയുന്ന അപ്പത്തിന്റെ വീട്ടിൽ കർത്താവ് അപ്പമായി മാറുന്ന അനുഭവം ചരിത്രത്തിൽ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു എന്താണ് നമ്മളോട് പറയുന്നത്? വചനം ജഡമാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. വാക്കും പ്രവൃത്തിയൊക്കെ തമ്മിൽ വല്ലാത്ത അന്തരത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. നമുക്കിന്ന് നല്ല ഇടപെടലുകൾ ഉണ്ടായാലേ വചനം ജഡമാകുവാൻ സാധിക്കത്തുള്ളൂ. നല്ല നിലപാടുകൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വചനം ജഡമാകുന്ന അനുഭവങ്ങളിലേക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകുവാൻ സാധിക്കണം. കരുണയെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം പ്രസംഗിച്ചു, ക്ഷമയെക്കുറിച്ച് നമ്മൾ എത്രമാത്രം കേട്ടു. എന്നാൽ അതിന് അടിസ്ഥാനപ്പെട്ട ഒരു കുലീനമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വചനം ജഡമാകാതെ ചാവിള്ളയായി മാറുന്ന ക്രിസ്തീയ ജീവിതങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ഇത് ജഡധാരണം അല്ലെങ്കിൽ ഇത് ശരീരം ധരിക്കുന്ന അനുഭവത്തിലേക്ക്, ആ ഒരു ജീവിത ശൈലിയിലേക്ക് ജീവിതം മാറണമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് വചനം ജഡമാകണമെങ്കിൽ വാക്കിനും പ്രവർത്തിക്കുമിടയിൽ പാലം പണിയുന്ന വിശ്വാസികളായിട്ട്, വാക്കിനും പ്രവർത്തിക്കുമിടയിൽ അകന്നു പോകുന്ന വിശ്വാസികളായിട്ടല്ല, പാലം പണിയുന്ന വിശ്വാസികളായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വല്ലാതെ കാതടപ്പിക്കുന്ന സംഗീതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ തിയോളജിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്പസമയം ഒന്ന് നിശബ്ദരായിട്ട് നിന്നേ ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു കരയുന്ന ഒരു ശബ്ദം കേൾക്കാം. നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നില്ല. കുരിശിലേറിയ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കുരിശിലേറിയ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആഘോഷങ്ങളുടെ ആലസ്യത്തിൽ നമ്മൾ മൂടി പുതച്ച് കിടന്നുറങ്ങുവാൻ തക്കവണ്ണമല്ല ക്രിസ്മസ്. ഇത് പുൽക്കൂട്ടിൽ ഒതുങ്ങിയ ഒരു ഉണ്ണി യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. കാൽവരിയുടെ കുരിശിൽ അനേകർക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പൊരുത്തങ്ങളില്ലാതെ പോകുന്ന വാക്കും പ്രവൃത്തിയും തമ്മിലാണ്. അവിടാണ് ജഡധാരണമായ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പുൽക്കൂട് വെളിയിലുണ്ടല്ലോ,
കുറച്ച് കാര്യം മതിയെന്ന് പറയുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ വേണമെന്ന് കമ്പോളം പറയുമ്പോൾ, മാർക്കറ്റ് പറയുമ്പോൾ, കുറച്ച് കാര്യങ്ങൾ മതിയെന്ന് പറയുന്നതാണ് പുൽക്കൂട്. ജീവിതത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. ശരീരത്തിലാണല്ലോ കർത്താവ് അവതരിച്ചത്. മനുഷ്യൻ്റെ ശരീരമാണല്ലോ ദൈവം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എന്താണ് ശരീരം ദേവാലയമായിട്ട് മാറി. ശരീരത്തെ ദൈവം ആദരിച്ചതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശു മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ധ്യാനം? ബോഡി ഈസ് മോർ ഡിവൈൻ. ബോഡി ഈസ് മോർ ഡിവൈൻ. ശരീരം കൂടുതൽ പരിശുദ്ധമെന്ന ചിന്ത വന്നാൽ ഈ ലോകത്ത് നടക്കുന്ന പല വയലേഷൻസും ഇല്ലാതാകും. പ്രിയമുള്ളവരെ, പ്രകാശമുള്ളൊരു ശരീരബോധം ക്രിസ്മസ് തരുന്നുണ്ട്. പ്രകാശമുള്ളൊരു ശരീരബോധം ക്രിസ്മസ് തരുന്നുണ്ട്. ഒരാളെ കാണുമ്പോൾ വണങ്ങുന്നത് നീ ഒരു ദേവാലയമായതുകൊണ്ടാണ്, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ക്രിസ്മസിന് വന്ന് ക്രിസ്തു ജനിച്ചെന്നും പറഞ്ഞ് ചുമ്മാ അത് പ്രഘോഷിച്ചിട്ട് പോകുവാനല്ല നമ്മളോട് പറയുന്നത്. സത്രം ഒരടഞ്ഞ അനുഭവമാണ് പ്രിയമുള്ളവരെ. ചിലരങ്ങനെയാണ്, ഒരിക്കലും തുറക്കപ്പെടാതെ പോയ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പാഴ്സലുകളായിട്ടാണ്. അതൊരിക്കലും തുറക്കപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, സന്തോഷമായി തീരുവാൻ സാധിക്കാതെ പോകുന്ന ജീവിതങ്ങൾ സത്രം പോലെയാണ്. സത്രമല്ല, തുറക്കപ്പെട്ട പുൽക്കൂടായിട്ട് മാറുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഉയരത്തിലെ നക്ഷത്രം ക്രിസ്തു സാന്നിധ്യമാണ്. സ്റ്റാർ എല്ലായിടത്തും കാണാം ക്രിസ്മസിൽ നോക്കിയാൽ. ക്രിസ്തു ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭവനത്തിൽ സ്റ്റാർ പൊക്കുമ്പോൾ ക്രിസ്തു ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വെറുതെ സ്റ്റാർ ഇട്ടിട്ട് കാര്യമില്ല. സ്റ്റാർ ഉണ്ടെങ്കിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് നക്ഷത്രം. നമ്മളൊക്കെ ഭവനത്തിൽ പല കളറിലും പല രീതിയിലും ഒക്കെയുള്ള നക്ഷത്രങ്ങൾ തൂക്കുന്നവരാണ്, നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ക്രിസ്തു സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കേക്കൊക്കെ ഒത്തിരിയുണ്ട് ജീവിതത്തിൽ. എന്നാ അതിനെ പഠിപ്പിക്കുന്നത്? മുറിച്ച് പങ്കിടേണ്ട മധുരമായി തീരണം ജീവിതം. അതാണ് ക്രിസ്മസ് പഠിപ്പിക്കുന്നത്. അത് പ്ലമ്മാണോ ക്യാരറ്റാണോ എന്നുള്ളതല്ല വിഷയം. നിന്റെ ജീവിതം ഒരു ക്രിസ്മസ് കേക്ക് പോലെ മുറിച്ച് മധുരം ഈ ജീവിതം എന്ന് പറയുവാൻ സാധിക്കുന്ന രീതിയിൽ കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. കുഞ്ഞാണ് ക്രിസ്മസിൻ്റെ കേന്ദ്രം. എന്നാണ്? അമ്മയെ ഭക്ഷിച്ച് കുഞ്ഞ് വളരുന്നത് പോലെ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ ഭക്ഷിച്ച് ആത്മീയമായിട്ട് വളരപ്പെടും. അതിനാണ് 25 നോമ്പ് നമുക്ക് തന്നിരിക്കുന്നത്. അമ്മയെ ഭക്ഷിച്ച് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് വളരുന്നത് പോലെ യേശു കർത്താവിനെ വിശുദ്ധ കുർബാനയിലൂടെ ഭക്ഷിച്ച് ആത്മീയമായിട്ട് വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. ഇന്ന് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു കാലയളവിലൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ അധിക സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇതൊരു ആഘോഷ മാമാകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കെട്ടുകാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പെരുങ്കളിയാട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്ക് മാത്രമാണ്. ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വൈൻ മാത്രമാണ്. ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കരിമരുന്നിൻ്റെ പ്രയോഗം മാത്രമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സാന്റായുടെ ബെല്ലി ഡാൻസ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു സാന്നിധ്യമില്ലാതെ പോകുന്ന നമ്മുടെ ക്രിസ്മസുകളെ ഓർത്ത് സ്വർഗം വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറയും, ഈ നാളുകളിൽ ക്രിസ്തുവിനേക്കാൾ ഉപരി സാന്റാക്ലോസിന് പ്രാധാന്യം കൊടുക്കുന്ന ക്രിസ്മസ് ആയിട്ട് മാറി. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് ക്രിസ്മസിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ വളരെ വ്യതിചലനവും തെറ്റായ പോക്കുമായിട്ടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സാന്റാക്ലോസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പാപങ്ങളായ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ വന്നൊരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ കഥയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഇന്നിപ്പോൾ അത് മാറിയിട്ട് ബെല്ലി ഡാൻസും ഉച്ചിയും കുത്തിയുള്ള ഡാൻസും വടി കൊണ്ടുള്ള ഡാൻസും തകർപ്പുമായിട്ട് മാറുമ്പോൾ ക്രിസ്മസൊക്കെ ഒത്തിരി ദൂരെയാണ് പ്രിയമുള്ളവരെ. ക്രിസ്മിസ് കർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിന് മിസ്സായിരിക്കുന്ന ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് തീരുവാനല്ല നമ്മൾ നിൽക്കേണ്ടത്. ആരാണ് ഈ തമ്പുരാൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. അടുത്ത സമയത്ത് കണ്ട ഒരു ചെറിയ കവിതയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: തെളിഞ്ഞ നക്ഷത്രവും പുറക്കാത്ത ക്രിസ്തുവും, തെളിഞ്ഞ നക്ഷത്രവും പുറക്കാത്ത ക്രിസ്തുവും. അന്ന് കണ്ട നക്ഷത്രത്തിന് കാട്ടുവാനൊരു ക്രിസ്തു ഉണ്ടായിരുന്നു. ആ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്: അന്ന് കണ്ട നക്ഷത്രത്തിന് കാട്ടുവാനൊരു ക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്നുമ്മറത്ത് ഞാൻ തെളിയിച്ച നക്ഷത്രങ്ങൾക്ക് കാട്ടുവാനില്ലാത്തതും ക്രിസ്തുവാണ്. ഇന്നുമ്മറത്ത് ഞാൻ തെളിയിച്ച നക്ഷത്രങ്ങൾക്ക് കാട്ടുവാനില്ലാത്തതും ക്രിസ്മസാണ്. അന്ന് കണ്ട നക്ഷത്രത്തിന് കാട്ടുവാൻ ഒരു ക്രിസ്മസ് ഉണ്ടായിരുന്നു. ഇന്നുമ്മറത്ത് ഞാൻ തെളിയിച്ച അനേക നക്ഷത്രങ്ങളുണ്ട്.
എന്നാൽ കാട്ടുവാൻ കഴിയാതെ പോയത് കർത്താവിനെയാണ്. പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഏൽപ്പിച്ച ആൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ക്രിസ്തുമസ് കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവേ, ഒരു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ നിഗളങ്ങളെയും അഹങ്കാരങ്ങളെയും ഒക്കെ ഞങ്ങളിൽ നിന്ന് അകറ്റി കർത്താവേ, ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളത്തിലൊന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ക്രിസ്തുമസ് ഞങ്ങൾക്ക് ഹല്ലേലൂയ അവിടുന്ന് ഇടയാക്കി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ അനവധി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടവകയെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ. കർത്താവേ, രോഗികളായി ദുഃഖിതരായി ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. കർത്താവേ, നീ വാസ്തവമായി അവരുടെ രക്തം ചെല്ലുമാറാകണമേ കർത്താവേ. അവിടുത്തെ മുറിഞ്ഞ കരമൊന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനവധി വിഷയങ്ങളാൽ നീറിപ്പുകയുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത ഭാരത്താൽ കഴിയുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എന്റെ ദൈവമേ, അവിടെ നിന്ന് കടന്നു എന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ. മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം എന്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് നല്ല ആശ്വാസദായകനായി കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ആപത്തുകളും അപകടങ്ങളും ആലും കർത്താവേ, ഭവനത്തിൽ വിശ്രമിക്കുന്ന അനേക രോഗികളുണ്ട് കർത്താവേ. അപ്പച്ചാവിടുന്ന് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയായി നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ.